നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ പോഡ്പാക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിലെ ഓരോ ഭാഗങ്ങളും വലിയ രൂപത്തിൽ ആരാധകരെ സ്വീകരിച്ചിരിക്കുകയാണല്ലോ. അതിലോരോ ഭാഗങ്ങളും ആരാധകർ വീണ്ടും വീണ്ടും കേട്ടിട്ടുമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂകളെല്ലാവരും ട്രാൻസ്ലേഷൻ കിട്ടിയവർ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കവേ ബാഴ്സലോണയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാൻ പേജ്, എക്സിലൊക്കെ വലിയ രൂപത്തിൽ ഫോളോവേഴ്സുള്ള ഒരു പേജാണ് ബാഴ്സ വേൾഡ് വൈഡ്. അത് വലിയ രൂപത്തിൽ ഫോളോവേഴ്സിനെന്ന് പറയുമ്പോൾ 675K ഫോളോവേഴ്സുള്ള ഒരു എക്സ് അക്കൗണ്ടാണ്. നമ്മൾ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒക്കെയുള്ള ഫോളോവേഴ്സിൻ്റെ കൗണ്ട് പോലെയല്ല എക്സിൽ ഫോളോവേഴ്സ് കൗണ്ട് ഉയരുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത്രയധികം ഫോളോവേഴ്സുള്ള ഒരു പേജ് നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഇതാണ്. നെയ്മർ പോഡ്പായിലിരുന്ന് സംസാരിക്കുന്ന, നെയ്മർ ചിരിക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവർ കുറിക്കുന്നു. ചോദ്യം: ക്രിസ്ത്യാനോ സേയിങ് ഹീ ഈസ് ദി ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. എക്കാലത്തെയും മികച്ച താരമാണെന്ന് ക്രിസ്ത്യാനോ പറഞ്ഞല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നെയ്മർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചെന്ന് അവർ പോസ്റ്റ് ഇടുന്നു. യഥാർത്ഥത്തിൽ അത് നെയ്മർ CR7 പറഞ്ഞതിനെ കളിയാക്കി, അങ്ങനെയല്ല എന്ന് നെയ്മർ ഇങ്ങനെ ചിരിയിലൂടെ പറഞ്ഞു, നെക്സ്റ്റ് പ്ലീസ് എന്ന് അടുത്ത തമാശ പറയൂ എന്ന് നെയ്മർ പറഞ്ഞതായിട്ടാണ് അവർ പോസ്റ്റ് ഇടുന്നത്. യഥാർത്ഥത്തിൽ ആ പോഡ്പേയിൽ ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ അതിൻ്റെ താഴെ, ആ പോസ്റ്റിന് താഴെ നിരവധി ആരാധകർ പറയുന്നുണ്ട്. നെയ്മർ ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ അതിൽ പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, അട്ടർ ഫേക്കാണ് എന്ന് ആളുകൾ കമൻ്റ് ഇടുന്നത് കൂടാതെ എക്സിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇറ്റ്സ് എ ഫേക്ക് കോട്ട്, ഇറ്റ്സ് എ ഫേക്ക് കോട്ട്, നെയ്മർ നെവർ സെഡ് ദീസ്. അദ്ദേഹം ഇവിടെ ചിരിക്കുന്നത് മറ്റ് ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ചിരിക്കുന്ന ചിത്രമാണ് ഈ കൊടുക്കുന്നത്. ഈ പറയുന്നൊരു വാക്ക് നെയ്മർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടേയില്ലെന്ന്. എന്തിനാണ് ഇത്തരം പണിയിലേക്ക് ഇങ്ങനെയുള്ള വലിയ ഫോളോവേഴ്സുള്ള ഫാൻ പേജുകൾ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ഉള്ള ചോദ്യം. ഒരു താരം പറയാത്ത കാര്യം അയാളുടെ പേരിൽ വെച്ച് കെട്ടി അതിലൂടെ ഹെയ്റ്റ് പ്രചരിപ്പിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.